ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടേറ്റർ ടോട്ട്സ് ആണ്, അഥവാ പൊട്ടാറ്റോ ടോട്ട്സ്. ഇതൊരു അമേരിക്കൻ സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാവുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ പൊട്ടാറ്റോ ടോട്ട്സിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ഞാനിവിടെ 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായി വെന്തുടയുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത്. ഇത് വെള്ളത്തിലിട്ട് ഒരു 6-7 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒരു കത്തി എടുത്ത് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ ഇതിൻ്റെ മീതത്തെ ലെയർ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും, പക്ഷേ അകത്തേക്ക് പോകും തോറും ഇതിന് വേവ് കുറവായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഇതിലേക്ക് ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇനി 1/2 ടീസ്പൂൺ ഒറിഗാനോ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ബൈൻഡായി കിട്ടാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ തന്നെ നല്ലോണം ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ അഥവാ വെളുത്തുള്ളിയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനമായി ഇതിലേക്ക് കുറച്ചധികം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചീസ് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചീസ് ചേർത്ത് ഉണ്ടാക്കുമ്പോഴും ഇതിന് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. ഇതിപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ടേറ്റർ ടോട്ട്സ് സാധാരണയായിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് കിട്ടാറ്. അപ്പോൾ നമുക്കിത് സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മിക്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് സിലിണ്ടറിക്കൽ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മിക്സ് കൂടി നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം സിലിണ്ടറിക്കൽ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ വെള്ളത്തിൻ്റെ അംശം തോന്നുകയാണെങ്കിൽ ടേറ്റർ ടോട്ട്സ് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒരു 1/2 മണിക്കൂറോളം ഇത് ഫ്രീസറിലേക്ക് മാറ്റുക. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊരു കടായിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ ടേറ്റർ ടോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ലോയിലേക്ക് മാറ്റി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇത് വറുത്തെടുക്കരുത്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകുന്നതാണ്. ഏകദേശം കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെയാണിത്. പക്ഷേ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ മുട്ടയിലോ അല്ലെങ്കിൽ മൈദയുടെ ബാറ്ററിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടൊക്കെയാണ് വറുത്തെടുക്കുന്നത്. ഇതിന് ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പാക്കറ്റുകളിൽ ഫ്രോസൺ ആയിട്ട് ചില സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. പക്ഷേ അതിലൊക്കെ വളരെയധികം നാളത്തേക്ക് കേടുകൂടാതിരിക്കാൻ പ്രിസർവേറ്റീവ്സും ചേർക്കുന്നുണ്ടായിരിക്കാം.
അപ്പോൾ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ അതേ ടേസ്റ്റിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു സ്നാക്കാണ്. ഇത് കെച്ചപ്പിലോ മയോണൈസിലോ ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് തലേദിവസം തന്നെ ഇതുപോലെ ഷേപ്പാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പിറ്റേ ദിവസം ഗസ്റ്റുകളൊക്കെ വന്നതിന് ശേഷം ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ടേറ്റർ ടോട്ട്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടേറ്റർ ടോട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും അറിയിക്കണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.